ഇന്ന് കോര മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പും മുളകൊന്നും പിടിക്കാത്തൊരു മീനാണല്ലോ. അപ്പം ഞാൻ നേരെ 2 കഷ്ണാക്കി വെട്ടിയെടുത്തു. ഇത് നാടൻ പുളി വെള്ളമാണ്. വേണമെങ്കിൽ കുടംപുളി ഉപയോഗിക്കാം. അപ്പോൾ തുടങ്ങാമല്ലേ. ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഉലുവ ഇട്ട് മൂപ്പിച്ച്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചെറുതായി നുറുക്കിയത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റണ്ട. കാരണം മസാലപ്പൊടിയും കൂടിയും ഇട്ട് ചൂടാക്കുമ്പോൾ നന്നായി കരിഞ്ഞു പോവും. അപ്പോൾ കറിക്കൊരു കയ്പ്പ് രസം വരും. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നാലെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാമല്ലേ. ഇത് സാധാ മുളക് പൊടിയാണ്. അങ്ങനെ ഇത് എണ്ണ തെളിഞ്ഞ് ആവുമ്പോൾ ഒരു തക്കാളി ജ്യൂസും കൂടി ചേർത്തിട്ടുണ്ട്. തക്കാളി വേവിച്ചിട്ടൊന്നുമില്ല, പച്ച തക്കാളി തോലൊക്കെ പോക്കിയിട്ട് അടിച്ചെടുത്തതാണ്. ഇനി അത് ആ ചട്ടിയിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് കുറുകി വെന്ത് വരട്ടെ. അതിനുശേഷം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളത്തിൽ ഞാൻ ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് കണക്കായിട്ടുള്ള ഉപ്പിടാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇത് മൂടി വെക്കാം. നല്ലോണം ഒന്ന് ആ ചാറ് വെട്ടിത്തിളച്ചൊന്ന് വരുമ്പോൾ നമുക്ക് കഷ്ണം ചേർത്ത് കൊടുക്കാം. കഷ്ണം ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. കണ്ടില്ലേ, നന്നായിട്ട് കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെറുതായി ഒരു ഗ്രേവിയോട് കൂടിയുള്ള കറിയായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായി വറ്റിച്ചെടുക്കാം. ഇതിന് നെയ്മീനും ആവോലിയും ചൂരയൊക്കെ ബെസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.